ഏറ്റവും സന്തോഷവും ഈ ജീവിതം ധന്യമാവാൻ വേണ്ടി ദൈവത്തിന് നാമത്തിന് എന്നും ലഭിക്കുന്ന സന്തോഷത്തോടുകൂടി എല്ലാവരെയും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരം എന്നും ദൈവം തരട്ടെ. BLM ഈ മഹാപ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് ലക്ഷോപലക്ഷ ജനങ്ങൾ സന്തോഷവും സൗകര്യവും സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെയാണ്, നമ്മളപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാര്യം തന്നെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമാണ് ഇങ്ങനത്തെ ഒരു അസുഖം. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം ഇന്ന് BLMൻ്റെ കരങ്ങൾക്ക് അവർ തന്നിരിക്കുന്നുണ്ട്. നിങ്ങളെ മുമ്പിൽ വെച്ച് ഇതാ വാക്ക് പറയുന്നു. BLM ഈ മഹാശക്തി സിംസ്, അതായത് നമ്മൾ എടപ്പാൾ ഏറ്റെടുത്തിരിക്കുന്ന മെഡിക്കൽ കോളേജ് എൻ്റെ ചെയർമാനായിട്ട് പോയ മാസം എന്നെ നിയമിച്ച ആ അധികാരത്തിൽ പറയുന്നു, ജീവിതം മുഴുക്ക അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് BLM ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നിങ്ങളെ മുന്നിൽ പറയുന്നത്. ശ്രീവത്സം മെഡിക്കൽ കോളേജ് അത് ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് മുന്നിൽ എന്താണ് ഒരു ജീവിതം പറയുന്നത്? ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഉന്നതമായിട്ട് നമ്മളെ കേരളത്തിലുള്ള ഒരു IAS അധികാരിയെ കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചിടയ്ക്ക് അദ്ദേഹത്തിന് ചോദിച്ചു, ഞാൻ യൂട്യൂബിൽ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് നോക്കി, വെറുതെ സർക്കാരിൻ്റെ പൈസ ദൂർത്തടിച്ച് കളയാൻ വേണ്ടി കുറേ IAS ഓഫീസർ എല്ലാം സ്വിറ്റ്സർലൻഡിലോട്ട് പോയിരിക്കുന്നു പറഞ്ഞൊരു വാർത്ത കണ്ടു. സാർ അതിലുണ്ടായിരുന്നല്ലേ എന്ന് തിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ഒരു ചെറിയ കഥ ഞാൻ പ്രേംജിക്ക് പറയാമെന്ന് പറഞ്ഞു. ശരി. ഒരു അച്ഛനും മകനും ഒരു കഴുത വാങ്ങാൻ വേണ്ടി ചെന്നൈ അവിടെ ഇരുന്ന് അവർ ഒരു ചന്തയ്ക്ക് പോയി. അങ്ങനെ ഒരു കഴുത മേടിച്ചു. അപ്പോൾ ആ കഴുതയെ കൊണ്ട് ഇങ്ങനെ നടത്തി വരുമ്പോൾ അച്ഛനൊന്ന് തോന്നി, മോൻ നടന്നു വരണല്ലോ, കഴുതേര് പുറത്താവട്ടെ പറഞ്ഞ് കഴുതേര് പുറത്തേരുത്തി ഇങ്ങനെ നടത്തി വരുമ്പോൾ വഴിയിൽ വന്ന ഒരു മലയാളി ചോദിച്ചു, എന്ത് മനുഷ്യനാണ് അച്ഛൻ അച്ഛൻ നടന്നു നീ കയറി കഴുതേര് പുറത്തിരിക്കുന്നത്? അപ്പോൾ ചെക്കൻ കഴുതയിൽ നിന്നിറങ്ങി അച്ഛനെ കയറ്റി കഴുതയിരുത്തി കുറേ ദൂരം നടന്നപ്പോൾ വേറൊരു മലയാളി വന്നിട്ട് പോന്നു, എന്ത് ദുഷ്ടനാ ഈ കൊച്ചിനെ നടത്തിയിട്ട് നീ കയറി കഴുതയിരിക്കുന്നത്? അപ്പോൾ ഇയാൾക്ക് തോന്നി, ശരി നമുക്കിപ്പോൾ ഒരാളെ നീ കയറിക്കുമ്പോൾ കഴുതയിൽ അച്ഛനും മകനും കയറി കഴുതയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു മലയാളി വന്നു, എന്ത് ദുഷ്ടനാണ് അയാൾ, ഒരു അനിമലിനവരാണ്, എന്ത് ദുഷ്ടന്മാരാണ് നിങ്ങൾ, ആ വായില്ല ജീവൻ എങ്ങനെയാണോ രണ്ട് തടിയന്മാർ കയറി അതിലിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇറങ്ങി. നിവൃത്തിയില്ലാതായപ്പോൾ ആ കഴുതിയെ അച്ഛനും മകനും തോളിട്ട് ചുമന്ന് പോകുന്നു. ഇതാണ് നമ്മൾ കേരളം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം. അയാൾ പറഞ്ഞു, പോയ വർഷം നമ്മൾ ആരും ഇതിൽ പങ്കെടുത്തില്ല. അപ്പോൾ പറഞ്ഞു, എല്ലാ ഇന്ത്യയിലുള്ള സ്റ്റേറ്റിലുള്ള ഓഫീസേഴ്സും പങ്കെടുത്തു, അവർ രാജ്യത്തിന് നന്നാക്കാൻ പോയിട്ടുണ്ട്, നമ്മളെ മലയാളി ഓഫീസേഴ്സ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു. പോയാലും കുറ്റം, പോയില്ലെങ്കിലും കുറ്റം, നമ്മൾ എടുക്കുന്ന പണി എടുത്തുകൊണ്ടേയിരിക്കും. ഈ കഥകളൊക്കെ ഈ ചെവിയിൽ വാങ്ങിച്ച് ചെവിയിൽ വിണ്ണും. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഇതൊന്നും ചെവിയിൽ വാങ്ങിക്കാത്ത ആൾക്കാരാണ് ഇന്ന് എൻ്റെ മുന്നിൽ വിജയികളായിട്ട് നിങ്ങൾ ഇരിക്കുന്നതെന്നതിൽ ഒരു സംശയമില്ല. ഈ ചെവിയിൽ വാങ്ങിച്ച ആൾക്കാരാണ് ഇന്നും ഇവിടെ എത്താൻ പറ്റാതെ ചുറ്റുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം ഞാൻ പറയുന്നത്, ഓരോരു വ്യക്തിയും ദൈവത്താൽ ശപിക്കപ്പെട്ടവരായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഉള്ളിലിരിക്കുന്ന ഒരു ദൈവത്തെ മാത്രമേ BLMൽ ഇരിക്കാൻ പറ്റൂ. കാരണം പല തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളിന്ന് കാണുന്ന ഒരുപാട് ഇന്ന് പറ്റിക്കുന്ന ഒരുപാട്, ഇന്നിപ്പോൾ ഈ പുറ്റുവീച്ചലിനെ പോലെ ഒരു ഈ അഗ്രോ സൊസൈറ്റി പറഞ്ഞ് ഒരുപാട് സൊസൈറ്റികൾ പോയിട്ട് രജിസ്ട്രേറ്റ് വരുന്നു. അതിന് ആരാ എന്താ ഉടമ ആരാ, അതിന് ഇതിനെന്ത് സെക്യൂരിറ്റി എന്ന് പോലും ചോദിക്കാതെ കുറേ ലീഡേഴ്സുമാർ അവരുടെ വരുമാനത്തിന് വേണ്ടി അവിടെ കൊണ്ട് പൈസ ഇടുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിഷമം. പൊട്ടുമ്പോൾ മൾട്ടി സ്റ്റേറ്റ് പൊട്ടി എന്ന് പറഞ്ഞു, പക്ഷെ അത് എന്താ ഏതാന്ന് പോലും ചിന്തിക്കില്ല. ഈ ഇടയ്ക്ക് നമ്മൾ അസോസിയേഷനിൽ ഏകദേശം ഒരു മൾട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റി അതേപോലെ ഒരു അവസ്ഥ, അതിനെക്കുറിച്ചുള്ള അസോസിയേഷനായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ 72 കോടി അവർക്ക് ലോണായിട്ട് പുറത്ത് കിടക്കുന്നു. അവർ കൊടുക്കാനുള്ളത് വെറും 40 കോടിയാണ്. ആ 72 കോടി ലോൺ വാങ്ങിച്ചവരാണ് അതിനെ പൂട്ടിക്കാൻ നടക്കുന്നത്. കാരണം ഈ പൈസ തിരിച്ചടയ്ക്കണ്ട. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, എല്ലാ രീതിയിലും മുൻപന്തിരിക്കുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതൽ മണ്ടന്മാരായിട്ട് നിൽക്കുന്നുള്ളതും നമ്മൾ സത്യമായ കാര്യങ്ങളാണ്.
ഇതെന്താണ്, ഇതിൻ്റെ ചെയർമാനാണ്, ഇതിൻ്റെ ആസ്തി എന്താ, 100 ചോദ്യം ചോദിക്കുന്ന മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നിടത്ത് ചോദിക്കുന്നു. ഇങ്ങനത്തെ ഒന്നുമില്ല, കണ്ണും പൂട്ടി കൊണ്ടിടുന്നു. കാരണം 15%, 16%. ഇതൊക്കെ ചോദിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ. അത് നമുക്ക് മനസ്സിലാവണം. ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൂടി നമുക്ക് തിരിയാനുള്ളൊരവസ്ഥ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, നമ്മൾ തോൽക്കാൻ ഭയക്കാത്ത ആൾക്കാരാണ് വിജയത്തിലോട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു വാക്കാണ്. നമ്മൾ ചിലർക്കൊണ്ട് അയ്യോ ഞാൻ തോറ്റു പോകുന്നുള്ള പേടി, അങ്ങനെ ആ പേടി വന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോവില്ല. തോൽവി എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് വിജയികളായിട്ട് മാറാൻ പറ്റും. സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞ കാരണം ഒരു കാര്യമില്ലാതെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നമ്മൾ സന്തോഷം ചിരിച്ചിരിക്കും. വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടുകാരും മക്കളെടുത്തോ ഭാര്യയായിട്ടോ ഭയങ്കര കടുപ്പമായിട്ട് മോഹം വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കും. എന്താ, നമുക്കൊരു ദേഷ്യം വേണം. ഞാൻ എപ്പോഴും ചോദിക്കും, പോയ ഒരു മീറ്റിംഗ് ചോദിച്ചു, എന്നാണ് ലാസ്റ്റായിട്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഭാര്യയെ നോക്കി ഒന്ന് സന്തോഷമായിട്ട് ചിരിച്ച് ഒന്ന് കണ്ണടിച്ച് കാണിച്ചിട്ടുണ്ട്? എത്ര പേരുണ്ട് ഇതിൽ? അങ്ങനെ ആർക്കെങ്കിലും പറയാം ആ ഉണ്ടോ? അപ്പോൾ എന്നാലും ഒരു 5-6 ആൾക്കാരുണ്ട്. വളരെ സന്തോഷം. കാരണം ഇതെന്താ അറിയോ, നമ്മളിന്ന് ഒരു ചെറിയ ഒരു പുഞ്ചിരി, ഒരു കണ്ണടി അവർക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമാവും. അതാദ്യം മനസ്സിലാക്കണം. സ്ത്രീകളെ വരും പെണ്ണുങ്ങളെ നമ്മൾ ഒരു ബോധവസ്തുവായിട്ട് മാത്രം നോക്കുന്ന ഒരു കാലഘട്ടം മാറി. കാരണം ഇന്നിപ്പോൾ പറയും സ്ത്രീകൾ നമ്മൾ ആണും പെണ്ണും ഒന്ന് സമത്ത്, അങ്ങനെ ഒന്നുമല്ല. ആണും പെണ്ണും ഒന്നും കാര്യം അങ്ങനെയല്ല. ഇത് ചെയ്യേണ്ട കാര്യം വെറും വാക്കിലല്ല, നമ്മൾ അവരെ ഒരു ശരാശരി മനുഷ്യരായിട്ട് നമ്മൾ പരിഹരിക്കണം. സ്ത്രീത്വം എത്രയും വലുതെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ഞാൻ എപ്പോഴും പറയണം, അമ്മയായാലും പെങ്ങളായാലും ആരായിക്കോട്ടെ, അവരിതിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കുറവാടുകൾ നമ്മൾ കണ്ടാലും അവരെ കുറച്ചുകൂടി നമ്മൾ പ്രോത്സാഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ ജീവിതം മാറുമ്പോൾ മെച്ചപ്പെടുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ഈ രാജ്യത്തിൻ്റെ വിജയമാണ് പെണ്ണുങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നുള്ള ഓർമ്മ കൂടി വേണം സുഹൃത്തുക്കളെ. അതാണ് സ്ത്രീശക്തി BLMൻ്റെ ഏറ്റവും വലിയ താരക മന്ത്രമായിട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ സന്തോഷപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇന്ന് BLMൽ വരുമാനം. അതുമാത്രമല്ല, തലപോയിന്ന് അന്തസ്സായിട്ട് ഇന്ന് എത്ര പെങ്ങന്മാർ, എത്ര സഹോദരൻ, എത്ര അമ്മമാർ ഇന്ന് നിങ്ങളെ സ്വന്തം കാലിൽ കാറും കാര്യമായിട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ആ നിമിഷമാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ നോക്കുന്നു. അല്ലാതെ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ ആക്കുന്നതും കളിയാക്കുന്ന ആൾക്കാർ ജീവിതം മുഴുക്ക അതേ ആ മുട്ടിച്ചന്തിലിരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കും. ജീവിതം ഒരിക്കലും മുന്നോട്ട് പോവില്ല. അത് നമ്മൾ ചിന്തിക്കണം. ഇവരൊക്കെ എന്താ അറിയോ, ഈ ക്രിറ്റിസൈസ് ചെയ്ത് സ്വയം അവരെ ജീവിതത്തിൽ അത് മാറി അവരതായിട്ട് മാറും. ഒരാളെ നമ്മൾ പറയുമ്പോൾ എന്താവുന്നോ ചിന്തിക്കുന്നോ ആ ചിന്തന നമ്മളതിൽ മാറും. അത് നല്ലതായാലും ചീത്തയായാലും എന്ത് ഈ സമുദായത്തിൽ നമ്മൾ കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഈ വർഷത്തിൻ്റെ ബർത്ത്ഡേ അമേരിക്കയിൽ ഞാൻ കേക്ക് വെട്ടിയപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ അലീനും ചോദിച്ചു, എത്ര വലിയ കാര്യം അമേരിക്കയിൽ ബർത്ത്ഡേ കിട്ടും? അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കിതിൽ വലിയ സന്തോഷമില്ല. ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ BLM കുടുംബമായിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന ആ ബർത്ത്ഡേ ആണ് എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് അമേരിക്ക ഒന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി അന്തം വിട്ട് നോക്കി. സത്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് അമേരിക്ക വലിയ സംഭവമാണ്, കുന്തമാണെന്നൊക്കെ പറഞ്ഞു. ഒരു ചുക്കുമില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും വലുത് നമ്മളെ ഭാരതദേശമാണ്. ഏറ്റവും വലിയൊരു സന്തോഷമായ നാട്. ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത നാടാണ് അമേരിക്ക. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ ജനങ്ങൾ പാവം പറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് പോയിട്ട് മതിൽ ചാടിയും കാര്യങ്ങളായിട്ട് പോയി അവിടെ എത്തിക്കുന്നു ഒന്നുമില്ല. വെറും കാട് പോലെ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ കാലിഫോർണിയ പോയപ്പോൾ ഏറ്റവും വലിയ നമ്മളെ വയനാട്ടിലോട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൾക്കാരില്ല. ഒരു 6 ടാക്സ് ഇട്ടിരിക്കുന്ന റോഡും കാര്യങ്ങളല്ലാതെ ആൾക്കാരെ കൊല്ലുന്ന ടാക്സാണ്. 40% ടാക്സ് അവിടെ. ഇതൊക്കെ നിന്നിട്ട് ഈ ജനങ്ങൾ അറിയാതെ അവിടെ വലിഞ്ഞു കയറി പോകുന്നു. 7 ലക്ഷം ജനങ്ങളാണ് ഇന്ന് പാസ്പോർട്ട് വിസയും ഇല്ലാതെ കള്ളത്തനമായി പോയി കാലിലും കയ്യിലും വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. 3 കോടി രൂപ ചെലവ് ചെയ്ത ഒരു കുടുംബം വീടും എല്ലാം വിറ്റ് അവർ ബോർഡർ കടക്കാൻ വേണ്ടി മിയാമിയിൽ പോയിട്ട് തണുത്ത് വറച്ച് മരിച്ചു. ഈ 3 കോടി രൂപ മര്യാദയ്ക്ക് ഒരു ചെറിയ ബിസിനസ് സന്തോഷമായിട്ട് നമ്മളെ നാട്ടിൽ ജീവിക്കാൻ അവർക്ക് പറ്റുവാണെങ്കിൽ സുഖമായിട്ട് രാജാവായിട്ട് ജീവിക്കാം. പക്ഷേ അവർക്കത് തിരിയില്ല. ആർക്കും മനസ്സിലാവില്ല. അമേരിക്ക അമേരിക്ക അമേരിക്ക. ഞാൻ നോക്കി 8 സ്റ്റേറ്റ് ഈ സമയത്ത് പുള്ളി ഞാൻ പോയി അവർ കവർ ചെയ്ത് നോക്കി. ഒരു ചുക്കുമില്ല, ഒന്നുമില്ല. ഇത് വെറും മായാനും പറ്റിക്കുകയാണ്. ഏറ്റവും സുഖം നമ്മളെ നാടാണ്. ഇത് പോകുന്ന മുമ്പ് ഞാൻ വലിയ കാര്യം വെച്ചു. അമേരിക്ക വിസ അടിച്ചപ്പോൾ വലിയ സംഭവം എന്ന് വെച്ചു. അവിടെ ഇറങ്ങിയപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പുല്ലില്ല, ഇത് വിഷയമില്ല, നിങ്ങളാരും ഈ വാക്കനെ ഞാൻ ഉപയോഗിക്കുന്നു, ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്വർഗത്തിലാണ്. ദൈവം അനുകരിക്കപ്പെട്ട ഏറ്റവും വരദാനമായ ഭൂമിയാണ് ഭരതം. നമ്മൾ ഈ ഭരതഖണ്ഡമേന ഈ ഭാരതഭൂമി കിടന്നാൽ ഉറക്കം വരും. അതാണ് ഏറ്റവും വലിയ വിഷയം.
അവിടെ 10 ഗുളിയും 12 ഗുളിയും അടിച്ചിട്ട് കിടക്കില്ല. ഒരു ഫുള്ള് കാലിയായിട്ടാണ് കിടക്കുന്നത്. അമ്മമാർക്ക് ഉറക്കാല സായിപ്പോൾ രാവിലെ എഴുന്ന് ഗഞ്ചാൻ വലിച്ച് ചുരിച്ചോണ്ടിരിക്കുന്നു. ഒരു സ്ട്രീറ്റിൽ പോകുന്നു, ഇറങ്ങുമ്പോൾ വഴി കംപ്ലീറ്റ്. ഒരു വീട്ടിൽ 6 ഗഞ്ചാ ചെടി വളർത്താൻ പെർമിഷൻ ഉണ്ട് അവിടെ. ഒന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ നാട് എങ്ങനെ ഇരിക്കുമെന്ന്. 7ാമത്തെ വളർത്താൻ പാടില്ല, 6 ചെടി മാത്രം മതി. 6 മതിയല്ലോ നമ്മളാൾക്ക്. അപ്പോൾ ഇത് അവിടുത്തെ പെർമിഷനുള്ളൊരു നാടാണ്. തോന്നുമ്പോൾ വെടിവെച്ച് കൊല്ലും. ഇതൊക്കെയാണ് അമേരിക്ക. പക്ഷെ നമ്മളെ ജനങ്ങൾ ഇപ്പോഴും എനിക്ക് ദുഃഖം തോന്നുന്നു. ഒരുപാട് സഹോദരന്മാരവിടെ കണ്ടെയ്നറിൽ ഒളിച്ച് ജീവിക്കുന്നു. എനിക്ക് അതിലൊരു സന്തോഷമായ വിഷയം, ഞാൻ അവിടെ ഒരു ഇന്ത്യൻ സ്പൈസി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നു. സിദ്ധു ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേഗം അവിടുത്തെ ചെഫ് ഓടി വന്ന് സാർ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടു. അമേരിക്കയിൽ എന്നെ ആരാ അറിയാമെന്ന് വെച്ചപ്പോൾ വയനാട്ടിൽ അയാളെ ഭാര്യ BLMന്റെ മെമ്പറാണെന്ന്. വയനാട് ബ്രാഞ്ചിലെ അയാളെ ഭാര്യ BLM മെമ്പർ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കട്ടെ മതി. വാ മോനെ മഞ്ഞ ഒരു ഫോട്ടോ അടിച്ച് അയച്ചു കൊടുത്തു. ഇതൊക്കെ അപ്പോൾ അമേരിക്കയിലും നമ്മളെ BLM എത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു ഏറ്റവും വലിയ ഉന്നത ഉദാഹരണമാണ്. അപ്പോൾ അതൊക്കെ സന്തോഷമാണ്. അങ്ങനെ വിഷയങ്ങൾ അയാളും പറയുന്നു. ഞാൻ വന്നു, വലിയ കാര്യമായിട്ട് ഇവിടെ വന്നു കാര്യങ്ങളൊന്നും, പക്ഷെ ഒന്നുമില്ല. ഇവിടെ കിടന്ന് പണിയെടുക്കുന്നു, കുറച്ച് ഡോളർ കിട്ടും കാര്യങ്ങളല്ലാതെ മനസ്സമാധാനം ഇല്ല സാറേ. പിന്നെ ഒരു കുട്ടിയെ കണ്ടു, അവിടുത്തെ സപ്ലയറായിട്ട് നിൽക്കുന്നു. ഞാനൊരു സാധാരണ ഇവിടെ നോക്കുമ്പോൾ അവളും അയല പുൽപ്പള്ളിക്കാരിയാണ്, വയനാടുകാരിയാണ്. MBBS ഡോക്ടറാണെന്ന്. പക്ഷെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നു. ഉള്ള ബീർ കുപ്പി അത്രയും മറക്കേണ്ട ആത്ത് പോകുന്നു. ഞാൻ വിളിച്ചു, കൊച്ചതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക്? അപ്പോൾ അപ്പനമ്മയ്ക്ക് വലിയ കാര്യം, എൻ്റെ മോള് അമേരിക്കയിൽ MBBS ആണ്, അവിടെ ബീർ കുപ്പി പറക്കേണ്ടിരിക്കുന്നു. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ട് ടൈമാണ് സാറേ, ജീവിക്കാൻ വഴിയില്ല. കാരണം പുറത്ത് നമ്മൾ പോയിട്ട് ഡോക്ടർ വാങ്ങിയ പട്ടം ഇന്ത്യയിലല്ല, ഫിലിപ്പൈൻസിലെവിടെ എടുത്തതാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ പാർട്ട് ടൈം പണിയെടുത്ത് പഠിച്ചാൽ ആ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഏതായാലും ആ കുട്ടി നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ BLMന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വലിയ വിഷയമായി. ആ കുട്ടിയും സന്തോഷത്തിൽ ഫോട്ടോയൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ അമേരിക്ക. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ സ്വപ്നം കാണുന്നു. ഞാൻ എൻ്റെ കാര്യം ഞാൻ ആലോചിച്ച ഒരു വിഷയം, ഒരു നല്ല രീതിയിൽ വൻ വിജയമായിട്ട് BLMന്റെ ഒരു വലിയ 2 പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബിസിനസ്സിന് ബെസ്റ്റാണ്, അതില്ല ഞാൻ പറയില്ല. ഏറ്റവും വലിയ ഒരു ബിസിനസ് നമുക്കിവിടെ ആലോചിച്ചിട്ടുണ്ട്. അതിൽ ഒരു ബാച്ചായിട്ട് നമ്മളെ BLMന്റെ ആൾക്കാരെ സ്വന്തം നമ്മളെ കമ്പനി ത്രൂ വിസ ഇട്ട് ലീഗലായിട്ട് നിങ്ങളെ കൊണ്ട് അമേരിക്ക എന്താ ഞാൻ കാണിച്ചു തരാമെന്നുള്ളൊരു ആഗ്രഹത്തിന് കൂടിയാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളാണ് പറയുക ശരിയായി നമ്മളിതൊക്കെ എന്തോ സ്വപ്നം കണ്ടെന്ന്. ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു ഭൂമിയും ജീവിക്കാൻ രാജാവ് പോലെ ജീവിക്കാനുള്ള അവസരത്തിൽ നിന്നാണ് നമ്മൾ നരകത്തിൽ പോകുന്നത്. നേരത്തെ നമ്മൾ ജ്യോതിപ്രകാശ് സാർ പറഞ്ഞു, എത്ര സ്വർഗത്തിലേക്ക് വിളിച്ചാലും BLMന്റെ ഒപ്പം വെള്ളുമ്പോൾ ഞാൻ വരൂല. മൂപ്പരെ നരകത്തിൽ വിളിക്കാൻ വേണ്ടി ക്യാൻസർ പറഞ്ഞ അസുഖം കൊടുത്തു പുള്ളി പറഞ്ഞു. അപ്പോൾ പക്ഷേ BLM എന്ന പ്രാർത്ഥനയും കാര്യം വീണ്ടെടുത്ത് വന്ന് അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് BLMൽ നിന്ന് അന്തസ്സായിട്ട് എല്ലാവരും ഗർജിക്കുന്ന ഒരു സിംഹമായിട്ട് നിൽക്കാൻ നിങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അതാണ് BLM. ഒരു മനുഷ്യൻ്റെ ആത്മമായിട്ട് ഉള്ളിരുന്ന് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. എത്ര വലിയ അസുഖമായാലും അത് കടത്തിവെട്ടി വീണ്ടും ദൈവം നമുക്ക് അവരെ തരും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളെ DM ജ്യോതിപ്രകാശ്. അയാൾക്ക് നിങ്ങളെല്ലാവരും എൻ്റെ BLM ലോകമായിട്ട് നന്ദി പറയുന്ന ആ മനുഷ്യനെ വീണ്ടും നമുക്ക് തന്നതിന് വേണ്ടി. സരൾവൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു ജീവിതത്തിൽ ഒരു അസുഖം വന്നാൽ തീർന്നു പോകുന്നുള്ള തീരുമാനം നിങ്ങളെടുത്താൽ തീർന്നു പോകും. നമ്മളെ മുന്നിൽ അങ്ങനെ ഒരു തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ധൈര്യമുണ്ടായാൽ നമ്മൾ ഒരുപാട് ജ്യോതിപ്രകാശന്മാർ നമ്മൾ മുമ്പിൽ ഉണ്ടാവുന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ. ജീവിതം പറഞ്ഞത് വളരെ ചെറുതാണ്. നമ്മൾ ഈ ലോകം, ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ അവിടെ പോയപ്പോൾ ഒരാൾ കണ്ടെന്ന് പറഞ്ഞ് എന്തോ വിചാരിച്ചു. കണ്ടം പോയാലും BLM അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്നത്തെ അവസരം. അവിടെ നിന്ന് ഊസ്റ്റൺ എന്ന സ്ഥലത്ത് പോയി ഒരു മീറ്റിങ്ങിൽ ഒരു പള്ളിയിൽ അച്ഛൻ വന്നു. അവിടെ 4000 മലയാളി കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ മെയിൻ അതിൻ്റെ അധികാരിയുമായിട്ടുള്ള ആൾക്കാർ 8 ആൾക്കാർ വന്നു. അവരൊന്ന് സംസാരിച്ചു. കാര്യങ്ങൾ വളരെ നമ്മളെക്കുറിച്ച് BLMനെ കുറിച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മർ സീസണിൽ സാർ ഇവിടെ വരുമ്പോൾ സാർ എത്തുന്ന സമയത്ത് 4000 ആൾക്കാരുടെ മീറ്റിങ്ങിലുണ്ടാവും. BLMന്റെ പ്രസ്ഥാനം ഇവിടെയും സാർ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മലയാളികൾ എവിടെ പോയാലും ആ ഒരു ബന്ധം അവരിതിൽ എങ്ങനെ ഒരു സെക്കൻഡിൽ നമ്മൾ വന്നു ന്യൂസ് വാട്സാപ്പിൽ അടിച്ചപ്പോൾ മൊത്തം ഊസ്റ്റൺ ഗ്രൂപ്പും അവിടെ നിന്ന് തമ്പടിക്കുന്നു. ഇങ്ങനെ ഒരു ഏറ്റവും ഒരു ഇന്നത്തെ ഒരു ലോകം പറഞ്ഞത് ചെറിയൊരു മൊബൈലിൽ കൂടി ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം. മാനസികമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൽപ്പനയ കാര്യങ്ങൾ ചിന്തിക്കുന്ന അവസരങ്ങളുണ്ടാവാം. ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയും സുഹൃത്തുക്കളെ. നമ്മൾ സ്വപ്നം കാണുന്നത് തീർച്ചയായിട്ടും വേണം.
എങ്ങനെ വേണം നിങ്ങൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം, നിങ്ങളിപ്പോൾ ഒരു ബസ് കയറി, ആ ബസ് ചെന്നൈ പോകാൻ വേണ്ടിയുള്ള ബസ്സാണെങ്കിൽ അത് കയറിയിട്ട് നിങ്ങൾ ചെന്നൈ പോകുന്ന സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ ആ ബസ് കയറിയിട്ട് ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സിൽ ചെന്നൈ കാണാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കില്ല. നിൽക്കുമ്പോൾ ബാംഗ്ലൂരിലുണ്ടാവും. പലരും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ചിന്തയെ മാറ്റാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മളെ പ്രസിഡന്റ് മൂർത്തി സാർ പറഞ്ഞത് 100 കോടി വരുമ്പോൾ ഒരു ചാക്ക അരി എടുത്ത് കൈ ഇത്രയും തിന്നും തീർക്കാൻ പറഞ്ഞാൽ പറ്റൂല എന്ന് ചിന്തിച്ച് കണ്ണത്ത് കൈ കൊടുത്തിട്ട് ഇരിക്കുന്ന നമ്മളെ ആൾക്കാർ, നമ്മളെ സമൂഹം, മലയാളി സമൂഹത്തിന് മുമ്പിൽ പുള്ളി ചിന്തിച്ചിട്ട് പറഞ്ഞെന്താ, ആൾക്കൊരു കരണ്ടി എടുത്ത് കഴിച്ചാൽ മതി, അരി ചാക്ക് തീർന്നോളൂ എന്ന് പറഞ്ഞു. 100 കോടിയല്ല, 10 കോടി 2 കോടി പിരിച്ചു തന്നപ്പോൾ അപ്പം ഞാൻ നോക്കുന്നു, സോണിയ നെട്ടുന്നു, അയ്യോ 2.5 കോടി, ഇത് ആവശ്യമില്ലായിരുന്നു. 2.5 കോടിയല്ലേ തന്നിരിക്കുന്ന മാഡം, നിങ്ങൾ വിചാരിച്ച് 2 റൗണ്ട് ചുറ്റിയാൽ 2.5 കോടി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ ചിലപ്പം 100 200 ഈ പ്രസ്ഥാനത്തിൽ എത്തിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ചെറിയ രത്ന ചുരുക്കം. ഈ കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ മുന്നിൽ ഇപ്പോൾ നേരത്തെ ഉള്ള 4 പിടി ഒട്ടിച്ച് ഫാൻ ഇട്ടാലും പറത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത്. അപ്പോൾ ഈ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിന് അപ്പുറം പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ മനുഷ്യ സമൂഹം തന്നെ അത് ചിന്തിക്കേണ്ട ഒരു വിഷയം. എല്ലാവരും നമ്മൾ പിന്നെ ഒരുപാട് വിശ്വാസങ്ങൾ, അവർക്കുള്ള പ്രാർത്ഥനകൾ, പക്ഷെ ഞാനല്ല, എല്ലാം ആവശ്യമാണ്. ദൈവങ്ങളെല്ലാം ഒന്നൊന്ന് വിചാരിക്കുന്ന സമയത്ത് മനുഷ്യ സമൂഹത്തിൽ ഒരു പിരിവോ അടിയോ ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ പേരും അതിൻ്റെ ദൈവത്തിൻ്റെ പേരും വരച്ച് കുറേ കാര്യങ്ങൾ വാചകം വെച്ചിട്ട് അവരെ പറ്റിക്കുന്ന ഒരു അവസരങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വീഴാൻ പാടില്ല. നമ്മളൊക്കെ മനുഷ്യ സമൂഹമാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സന്തോഷം മറ്റേ അറിവോട് ജീവിക്കുന്ന, നമുക്കൊക്കെ ദൈവം തന്നെ ഈ അറിവോട് ജീവിക്കുന്ന ആൾക്കാർ ആരോ ഉണ്ടാക്കിയ കഥയുടെ പേരിൽ മതകലവറമായിട്ട് അടിവെച്ച് മരിക്കുന്ന കേൾക്കുന്നതാണ് വലിയ വിഷയം. ഇന്നും പറയും. ഇന്നലെ ഒരു ആചാര്യനെ കാണാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഓപ്പണായിട്ട് പറഞ്ഞു, കുട്ടിക്ക് 50 വയസ്സാവുന്നു, ഇന്നും മേലെ തട്ടിട്ട് വീട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, മതം കാര്യങ്ങളൊക്കെ പോട്ടെ, ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഒതുക്കാൻ ഇതെന്ത് ദുഷ്ടന്മാര നാടാണോ, അല്ല കണ്ടുകൊണ്ട് പറിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണോ? ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ആൾക്കാർ ഒന്നൊന്ന് പറയുന്നതാണ്. ഇന്ന് ഇവർ പറഞ്ഞ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എല്ലാ രീതിയിലും സമൂഹം വിശ്വസിക്കുന്ന ആ സൗദി പോയപ്പോൾ ഞാൻ കണ്ടു, ഇന്ന് പെണ്ണുങ്ങൾ അവിടെ എല്ലാ പണിയും എടുക്കുന്നുണ്ട്, അന്തസ്സായിട്ട് അവർക്ക് ആവശ്യപ്പെട്ട ഡ്രസ്സ് കൊടുത്ത് അവർ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഉരുവാക്കിയ അതിനെ പഠിച്ചെടുത്ത ആൾക്കാർ ഇവിടെ സമ്മതിക്കില്ല. ഞാൻ അവിടെ പറഞ്ഞു, എല്ലാത്തിലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിമായാലും അവർക്കുള്ള ഒരു ഈ ആവശ്യമില്ലാത്ത രീതിയിൽ മനുഷ്യരെ മനസ്സിൽ വിഷം വിതയ്ക്കാതെ, നമ്മളൊക്കെ മനുഷ്യ സമൂഹമാണ്, ആണും പെണ്ണും ജീവിക്കാനും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഒരു അവസരത്തെ ദൈവം തന്ന ഒരു സ്വന്തം നാടാണ് കേരളത്തിന്. പൊതുവെ പറയുന്നത് എന്താ, എല്ലാവരും പറയുന്നത് നമുക്ക് എല്ലാത്തിനും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഉള്ളിലുള്ളത് ചെകുത്തന്മാരാണ്. അതും നമ്മൾ തന്നെ പറയുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കണം, എന്താ അതിൻ്റെ വിഷയം എന്താ? ഇന്ന് ഏറ്റവും വലിയ ടൂറിസത്തിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള പൂർണ്ണമായ യോഗ്യത ഉള്ളവരത് സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഒരു നല്ല ഒരു കാര്യം അവിടെ ടൂറിസം നമ്മൾ ഡെവലപ്പ് ആയി പോകുമ്പോൾ രാവിലെ കൊടിയും കുത്തി ഒരുത്തൻ കാടും ബീഡി പിടിച്ച് നിൽക്കുന്നു, നടക്കില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇന്ന് ഈ നമ്മളെ നാടിൻ്റെ ശാപമായിട്ട് ഞാൻ കാണുന്നത്. അതിനൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂരിൽ രാഗം തിയേറ്റർ നമ്മൾ മേടിച്ചു. നമ്മളെ സൊസൈറ്റി മേടിച്ച ഒരു സ്ഥാപനം, ഉള്ളിലുള്ള നടത്തിപ്പുകാരൻ ഒരുത്തന് ആ പഴയ ഓണർ ഒരു 6 കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അയാൾ കേസായിട്ട് പോയി. അയാൾ പോയപ്പോൾ BLM ബോർഡ് വയ്ക്കാൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞു, കോടികൾ മുടക്കി നമുക്ക് നിൻ്റെ ഒരു 6 കോടിക്ക് നമുക്ക് സമ്മതിക്കാൻ പറ്റുള്ളൂ. നിൻ്റെ പൈസ ഞാൻ വാങ്ങിത്തരാം, കാരണം അയാൾക്ക് ഞാൻ മുഴുക്ക കൊടുക്കില്ല, നിർത്തിരാം. പക്ഷെ അയാൾക്കൊരു സംശയം, ഇനി നമ്മളെ ബോർഡ് വെച്ചിട്ട് ഇയാൾ പുറത്താക്കിയാലോ, എനിക്കത് കിട്ടിയിട്ടേ പറ്റൂ സാർ. അതിന് വലിയ വിറ്റയാൾ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ അതൊക്കെ കഴിഞ്ഞാലും ഈ വിഷയം സാർ തന്നില്ലെങ്കിൽ ഞാനിവിടെ ഒരാളുണ്ട് നിങ്ങൾക്ക് സൊസൈറ്റിക്കെതിരെ, അയാളെ കൂട്ടുകെട്ടിയിട്ട് ഞാനിവിടെ വന്ന് തടയുന്നു. എത്ര ആളും ചോദിച്ചു. എടാ, ഒന്ന് BLM സുഹൃത്തുക്കളെ നമ്മൾ കാലത്ത് തിയേറ്ററിൽ എത്തിക്കോളും പറഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം 5000 ആൾക്കാർ എത്തുമെന്നുള്ള ഓർമ്മയാണ് നിനക്ക് പറഞ്ഞത്. നമ്മളവിടെ തല്ലാനോ ഇല്ലാനോ അല്ല, നിന്റെ നഷ്ടപ്പെട്ട പൈസ നിനക്ക് വാങ്ങാനുള്ള കാര്യത്തിൽ റൈറ്റ് ഉണ്ട്, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതിന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ സമൂഹം ഏത് യൂട്യൂബ് ആയാലും എന്തായാലും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇത് സത്യമാണോ? ഞാൻ നേരത്തെ ആദ്യത്തെ പറഞ്ഞ വാക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ്? ഇന്ന് BLM 21ാം വർഷത്തിൽ എവിടെ ഇരിക്കുന്നു? ഇന്ന് എത്ര ടേംസ് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു? എത്ര എമൗണ്ട് ഇപ്പോൾ പോയിട്ടുണ്ട്? നേരത്തെ നമ്മളെ മൂർത്തി സാർ പറഞ്ഞു, മെച്യൂരിറ്റി പോകട്ടെ, ഇൻമെച്യൂരിറ്റി എമൗണ്ട് മാത്രം എത്ര പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ.
അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന സൊസൈറ്റികളിൽ ഇന്ന് എത്ര ഉണ്ട്? ഇന്നിപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയിൽ മുൻപന്തിരിക്കുന്ന BLM ഇന്നേ വരെയും ഒരു കേസും കാര്യങ്ങളില്ലാതെ കൊണ്ടുപോകുന്നു. അവർ ഉണ്ടാക്കേണ്ടുവന്ന കേസ് വരെയും ഹൈക്കോടതി തള്ളിക്കളയുന്നു. കാരണം എന്താ? അത്രയും വിഷയത്തിൽ കറക്റ്റായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, ഇന്ന് ജനങ്ങൾ നെഞ്ചിലേറ്റെടുത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് 3 എഴുത്തുള്ള BLM. ഇതിനൊഴികെ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കൾ. കേരളത്തിൽ ഇതുവരെയും 648 കോടിയാണ് നമ്മൾ മെച്യൂരായി തിരിച്ചു കൊടുത്തത്. ഹാപ്പിയായിട്ട് നമ്മളെ മൂവ്മെൻ്റാണിത്. അന്തസ്സായിട്ട് തിരിച്ചു കൊടുത്ത് പ്രോഫിറ്റോടെ തിരിച്ചു വാങ്ങിയ പൈസ. ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ പോകുന്നതിന് ഇഷ്ടപ്പെടാത്ത ചില കുഴിമടിയന്മാരും കുഴിപ്പുത്തുകളുമുണ്ട്. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ജീവിതം, നിങ്ങൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു വിഷയത്തിനെ മുടക്കാൻ വേണ്ടി, അതാ പറയുന്നത്, ലക്ഷം ആൾ ജീവിക്കുന്നതിന് ഒരു കടലാസം കൊണ്ടുപോയിട്ട് അതിനെ മുടക്കാൻ നോക്കുമ്പോൾ നമ്മളൊക്കെ എവിടെയാണ് നമ്മളെ ഫോക്കസ് ഉള്ളത് ചിന്തിക്കണം. ഇങ്ങനത്തെ പുഴുക്കുത്തുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഏത് രൂപമായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏത് സമുദായമായിക്കോട്ടെ, നമ്മൾ എന്തായിക്കാലും അതിനെ അടുപ്പിക്കാൻ വിടാതെ നിൽക്കുന്ന ഒറ്റ ഒരു കെട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരു ആൾക്കൂട്ടം സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ നെഞ്ചോട് നെഞ്ച് സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ ആൾക്കാരുള്ളപ്പോൾ ഒരു പുല്ലും ഒരു ചുക്കും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയും. നിങ്ങളാണ്, ജനശക്തിയാണ് ഏറ്റവും വലുത്. ഇന്നത്തെ ജനശക്തിയും പറഞ്ഞ ചെറിയ വിഷയമല്ല. ഏറ്റവും വലിയത് ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മൾ ഒന്നുമല്ല, ഒരു മാതൃഭൂമിയിലെ ഒരു പരിപാടിക്ക് ഞാൻ പോയിരുന്ന സമയത്ത് അവർ ഞെട്ടിപ്പോയി. ജനക്കൂട്ടത്തിൻ്റെ ഇതായിരിക്കും. അവർ ചോദിക്കുന്നത് എന്താ പരിപാടി, മിനിസ്റ്റർ വന്നിരുന്നു. അവർ പറഞ്ഞു നമ്മളെ പരിപാടി കൂട്ടുമ്പോൾ ഇത്രയും ആൾക്കാർ വരില്ലല്ലോ എന്ന് ചോദിച്ചു. നമുക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട്, ക്വാർട്ടർ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുത്തിട്ടും പരിപാടി കഴിയുമ്പോൾ മുൻപേ അവൻ എഴുതിച്ച് പുറത്തു പോകണം. പക്ഷേ ഇവിടെ അച്ചടക്കത്തോടെ മീറ്റിംഗ് കഴിയുന്നതായിരിക്കും. നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിൻ്റെ കാര്യം അദ്ദേഹം അന്തം വിട്ടു. ഒരു അമേരിക്കക്കാരനായാലും എന്ന് പറഞ്ഞു. ഇത്രയും ചിട്ടയും അടക്കത്തോടെ ഞാൻ അടുത്തു പോകുമ്പോൾ അവർ ചൊല്ലുന്ന ആൾക്കാരെയും കണ്ടപ്പോൾ ഞാനൊന്ന് അന്തരിച്ചു പോയി. എല്ലാ കാര്യത്തിലും അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സന്ദർഭമായിട്ട് ഞാനത് കാണുന്നു. ഈ പ്രസ്ഥാനം പറഞ്ഞത് എല്ലാ രീതിയിലും ചിട്ടയും ചറ്റും സ്നേഹത്തോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ബാലപാഠമായിട്ടുള്ള ഒരു സ്കൂളായിട്ട് ഇത് ഞാൻ കാണുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യമായിട്ട് സുഹൃത്തുക്കളെ, എല്ലാ BLM കുടുംബത്തിൻ്റെ എല്ലാ ഹൃദയത്തിലും ഞാൻ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും എന്നും ഈ സന്തോഷം നിലയ്ക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയും നമ്മൾ കോടാനക്കോടി ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനം വെളിച്ചമായിട്ട് മാറട്ടെ. നിങ്ങൾ ഓരോരോ ആൾക്കാരും, ഞാൻ പറഞ്ഞ ജീവിതം മനുഷ്യനെടുക്കുന്ന ഈ പിറവിയും തന്നെ നമുക്ക് ദൈവം തന്നത്, ആണായാലും പെണ്ണായാലും, അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടുത്തുള്ള ഒരാൾക്കെങ്കിലും നിങ്ങൾ നന്മ ഭയക്കണം. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഒരു നല്ലത് ചെയ്തതായിട്ട് നമ്മളെ മരണത്തിന് മുമ്പേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങുന്ന മുമ്പ് ഒരിക്കൽ ചിന്തിക്കണം, ഒരാൾക്ക് ഞാൻ നന്മ ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ സമൂഹം ഇന്ന് ആർക്കാണ് പാറ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100 കൈപോക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് ഇന്ന് ഒരുത്തിന് പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ. എന്നോട് ഇന്ന് ജീവിതത്തിൽ ഒരുത്തിന് നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാൻ കുറച്ച് കൈ പോക്കാൻ നമുക്ക് സമയം സന്ദർഭം ഒത്തുവരാത്ത ഒരു ചൊറിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അന്തസ്സോട്ട് ഞാൻ പറയുന്നു, BLM ഓരോരോ അടിത്തട്ടിലുള്ള മെമ്പറും അന്തസ്സായിട്ട് നിങ്ങൾ കൈ ഉയർത്തി പറയാം, എന്നോണ്ട് ഇത്ര പേർക്ക് ഇന്ന് ജീവിതം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇത്ര പേർക്ക് ഞാൻ നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു അവസരമാണ് BLMൻ്റെ മെമ്പേഴ്സിനുള്ളതെന്നുള്ളത് ഞാൻ പറയുന്നു. ദൈവത്തിന് എല്ലാ അനുഗ്രഹവും സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിന് സമാധാനവും ഉണ്ടാവാൻ വേണ്ടി സർവേശ്വരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിന് തന്ന എല്ലാ BLM കുടുംബത്തിനും കുടുംബ മെമ്പേഴ്സിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സുഹൃത്തുക്കളെ, ജയ് BLM. താങ്ക് യു ആൾ. Thank you, sir.